ജാസ് കിച്ചൺ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചില്ലി ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട, 1 സ്പൂൺ നാരങ്ങാ നീര് എന്നിവ നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമുക്ക് 15 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. ഞാൻ അടുപ്പത്തേക്ക് വെച്ച് ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം നല്ലതുപോലെ വെന്തിരിക്കുന്നു. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ചിക്കനും കൂടെ നമുക്ക് ഇതിലോട്ട് വറുത്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക്, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ, ഇഞ്ചി, ക്യാപ്സിക്കം എല്ലാം ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തത്, സവാളയും ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തത്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്, 2 സ്പൂൺ കോൺഫ്ലവർ, ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. തീ കൂട്ടി തന്നെ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ചേർക്കാം. 1 സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. 3 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക.
ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഗ്രേവി കിടന്ന് ചിക്കൻ എല്ലാം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. നിങ്ങൾ ഇതുപോലൊരു ചില്ലി ചിക്കൻ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.